നമസ്കാരം. മഴ തോരും മുമ്പേ സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അലീന സ്റ്റാൻലിയുമായിട്ട് ഒരു ശീതസമരത്തിൽ തന്നെയാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ജോലിക്കാരുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് പൗലോസിനെ അലീന ചോദ്യം ചെയ്തതിനെ സ്റ്റാൻലി കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അലീന ഒരു നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് സ്റ്റാൻലിക്ക് അവിടെ ജോലിക്കാർ വരുത്തി വെക്കുന്ന നഷ്ടത്തിൻ്റെ കൂടെ താനൊരു ലാഭം കൂടി ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി ഔതക്കുട്ടി ചായനോട് പറയുന്നുണ്ട്, ദേ അവളോട് എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരാമെന്നൊന്നും വിചാരിക്കേണ്ട. ഞാനേ ഇതിനു മുമ്പ് പലരും വിചാരിച്ചിട്ട് മര്യാദ പഠിച്ചിട്ടില്ല. എൻ്റെ ഡിസിപ്ലിൻ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ ഒരു സമരത്തിൻ്റെ മുറയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ശേഷം അലീന സ്റ്റാൻലിയെ വരച്ച വരയിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അലീന പറയുന്നത് കേട്ട് അലീനയുടെ നിരാഹാര സമരം അവസാനിപ്പിച്ച് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് സ്റ്റാൻലി. അതോടൊപ്പം ജോലിക്കാരൻ പൗലോസിനെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഔതക്കുട്ടി ചായൻ എഴുന്നേറ്റു. അയാൾ കസേരയിൽ സ്റ്റാൻലിക്ക് അഭിമുഖമായി വന്നിരുന്നു. തുടർന്ന് ഒരു ഗ്ലാസ് എടുത്ത് സ്റ്റാൻലിയുടെ മുൻപിലേക്ക് വെച്ചു കൊടുത്തു. സ്റ്റാൻലി ഔതക്കുട്ടി ചായനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഔതക്കുട്ടി ചായൻ, ഒരെണ്ണം അങ്ങോട്ട് ഒഴിയടാ, നീ എന്താ വിചാരിക്കുന്നത്? എനിക്ക് ചിന്നമ്മയെ പേടിയാണെന്നോ? ഒരു തരിമ്പ് പോലുമില്ല. സ്റ്റാൻലി ഔതക്കുട്ടി ചായൻ്റെ ഗ്ലാസ്സിലേക്ക് വിസ്കി ഒഴിച്ചു. വെള്ളം ചേർക്കൽ ഔതക്കുട്ടി ചായൻ തന്നെ നടത്തി. സ്വതശുദ്ധമായ ശൈലിയിൽ ഓരൊറ്റ പിടുത്തത്തിന് ഗ്ലാസ് കാലിയാക്കുകയും ചെയ്തു. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, അപ്പച്ചൻ എൻ്റെ അടുത്ത് സന്ധി സംഭാഷണത്തിന് വന്നതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇപ്പോഴേ പറഞ്ഞേക്കാം. അയ്യോടാ, നിന്റെ അടുത്ത് സന്ധി സംഭാഷണം നടത്തുവാൻ നീ പാകിസ്ഥാൻ പട്ടാള മേധാവിയാണോ? ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ? അല്ലല്ലോ. മാത്രവുമല്ല, നിന്നോട് ഞാൻ ഇതുവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരുത്തി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതിനിടപെടരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് മധ്യസ്ഥരെ ഇഷ്ടമല്ല. എടാ, ഞാൻ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതാണെന്നാണോ നീ കരുതിയത്? ഏറ്റവും പട്ടി വരും. ഈ കാര്യത്തിൽ ഞാൻ അവളുടെ ശത്രുവാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കാം, വാശിക്ക് നിന്നേക്കാൾ ഒട്ടും പിറകിലല്ല അവള്. നിന്റെ അല്ലേ മോള്. പിന്നെ എങ്ങനെ ശരിയാകാനാ? അപ്പച്ചൻ അവളോടൊന്ന് പറഞ്ഞേക്ക്, വെറുതെ പട്ടിണി കിടന്ന് ആരോഗ്യം കളയണ്ട എന്ന്. ലാലിച്ച, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടാന്ന്. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുമെന്ന് നീ അപ്പോൾ ഓർക്കണമായിരുന്നു. വരും വരായികളെക്കുറിച്ച് നീ നല്ലതുപോലെ ആലോചിച്ചില്ല. ഇനിയിപ്പോൾ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. എന്ത് വഴി? അവളെ തിരിച്ചു കൊണ്ടുപോയി വിടുക. അവളുടെ അമ്മയുടെ വീട്ടുകാർ തന്നെ അവളെ നോക്കട്ടെ. അവർക്കല്ലേ നമ്മളെക്കാൾ ഉത്തരവാദിത്വം. ഇത്രയും പറഞ്ഞിട്ട് ഔതക്കുട്ടി ചായൻ ഇടം കണ്ടെത്ത് സ്റ്റാൻലി ഒന്ന് നോക്കി. ഉടൻ തന്നെ സ്റ്റാൻലി അസന്നിഗ്ധമായി പറഞ്ഞു, അങ്ങനെ ആരുടെയും ഔദാര്യത്തിന് പങ്കുപറ്റേണ്ട ആവശ്യമൊന്നും എൻ്റെ മോൾക്കില്ല. അല്ല, അവർക്കും ഒരവകാശം ഉണ്ടല്ലോടാ ലാലിച്ച. എന്തോന്ന് അവകാശം ഉണ്ടെന്ന്? കൈക്കൊഞ്ഞായിരുന്ന സമയത്ത് അവർ ഉപേക്ഷിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ മോൾക്ക് 23 വർഷക്കാലം ഓർഫനേജിൽ കഴിയേണ്ടി വന്നത്. അത് ഓർത്താൽ എനിക്ക് അവരോടുള്ള വൈരാഗ്യം ഈ ജന്മത്ത് തീരില്ല. ബ്ലഡി ക്രൗണ്ടൽസ്. പക്ഷേ ലാലിച്ച, ഇപ്പോൾ അവരാണ് നിന്റെ മോളെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നത്. ഏയ്, അവരാണെന്നോ? അവരല്ല, ബാലചന്ദ്ര മേനോൻ. അയാൾ ഒരു മാന്യനായ മനുഷ്യനായതുകൊണ്ട് എൻ്റെ മോളെ എനിക്ക് തിരികെ കിട്ടി. എൻ്റെ മോളുടെ മേലെ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. അത് തെളിയിക്കുവാനും എനിക്ക് പറ്റും. എന്ന് വെച്ച് അവൾ എന്ത് തോന്നിയാസം കാണിച്ചാലും നമ്മളത് സഹിക്കണോ? ലാലിച്ചൻ സംരക്ഷിക്കാനുള്ള അവകാശം നിനക്കുണ്ടെങ്കിലേ ശാസിക്കാനും ശിക്ഷിക്കാനുള്ള അവകാശവും നിനക്ക് തന്നെയുണ്ട്. അതൊക്കെ ശരിയാണ്. എന്നാലേ നീ അവളോട് പറ അവളുടെ ഉപവാസം നിർത്തിയേക്കാൻ. ഇവിടെ ഈ വക തോന്നിയാസം ഒന്നും നടപ്പില്ലെന്ന് മുഖത്ത് നോക്കി അങ്ങോട്ട് പറയണം. പക്ഷേ അപ്പച്ച, നമ്മൾ കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവൾ ഇവിടുന്ന് പോയി കളഞ്ഞാലോ? അവൾക്ക് ഇവിടെ ഒരു ആത്മബന്ധമൊന്നും ഇല്ലല്ലോ. കണ്ടുമുട്ടിയിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ. അങ്ങനെ തുമ്മിയാൽ തുറയ്ക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ച് പോട്ടേന്ന് വെക്കണം. നിനക്ക് അവളോടും അത്ര ആത്മബന്ധമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇങ്ങോട്ടുള്ളത് പോലൊക്കെ തന്നെ അങ്ങോട്ട് മതിയടാ അപ്പച്ച. രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മക്കൾക്ക് അപ്പനോട് സ്നേഹം ഉണ്ടാകണമെങ്കിൽ അപ്പൻ മക്കളെ സ്നേഹിക്കണം. എന്നാൽ മക്കൾ അപ്പനെ സ്നേഹിച്ചില്ലെങ്കിലും അപ്പന് മക്കളോട് സ്നേഹം ഉണ്ടാവും. പക്ഷേ ലാലിച്ച, നീ ഇത് വിട്ടുകൊടുക്കരുത്. അങ്ങനെ പിടിവാശി അത് കൊള്ളില്ലല്ലോ ആർക്കും, പ്രത്യേകിച്ച് പെമ്പിള്ളാർക്ക്. അല്ല, അപ്പച്ചൻ വാസ്തവത്തിൽ എന്നെ കാണാനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇന്നലെ ഇവിടുന്ന് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരാൻ എന്താ പ്രത്യേകിച്ച് കാരണം? ചിന്നമ്മയോട് കൂട്ടുകൂടാൻ വേണ്ടിയല്ലേ? പിന്നെ എന്തിനാ അപ്പച്ച ഈ അഭിനയം? എടാ, ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്കൊരു പിന്തുണയ്ക്ക് വേണ്ടിയാ. അതറിയാമോ? നീ വെറുതെ എഴുതാപ്പുറം വായിക്കില്ലേ ലാലിച്ച? അത് കൊള്ളാം. എനിക്കെന്തിനാ അപ്പച്ച പിന്തുണ? ലാലിച്ച, എല്ലാവരും എല്ലാം അറിഞ്ഞ് റീതാമ അഞ്ജലി ചെന്നിട്ട് അവളുടെ കുടുംബക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി അലീനയുടെ കാര്യം ചർച്ച ചെയ്തു. ഇവിടെ ആറ്റം ബോംബ് ഇടുവാൻ പോലും അവർക്ക് ആലോചനയുണ്ട്. അതുകൂടാതെ അവർ നമ്മുടെ കൂട്ടരോടെല്ലാം വിളിച്ച് ഈ വിവരം പറയുകയും ചെയ്തു. ആൽബിയും റോബിയും കൂടി എന്നെ തിന്നാൻ വരികയാ. ഞാൻ നിനക്ക് വേണ്ടത്ര വളം വെച്ചു തന്നു അത്രേ.
ഔസേപ്പച്ചൻ അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് അവൻ്റെ അട്ടഹാസം മാത്രം കേൾക്കേണ്ടി വന്നില്ല. എന്തിനാ അവന്മാര് അപ്പച്ചൻ്റെ മേൽ കുതിര കയറാൻ വരുന്നത്? അവരോട് ഇങ്ങോട്ട് വരാൻ പറയാൻ മേലായിരുന്നോ? എന്നോട് ചോദിക്കട്ടെ, ഞാൻ മറുപടി പറയാം. ഞാനത് അവന്മാരോട് പറഞ്ഞു. വീട്ടിൽ അവന്മാർ വലിയ പുലിയാ, പക്ഷേ തിണ്ടമിടുക്ക് കാണിക്കാനല്ലാതെ വേറെ എന്തിനാ അവന്മാരെ കൊള്ളാവോ? ആ അത് പോട്ടെ, അപ്പച്ചൻ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. അതല്ലടാ പറഞ്ഞു വരുന്നത്, എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇരച്ചു കയറി വന്നാൽ നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നിനക്കൊരു പിൻബലം വേണ്ടേ? വേണ്ടേ? എനിക്ക് ആരുടെയും പിൻബലം ആവശ്യമില്ല. ഔതക്കുട്ടി ചായൻ അത് കേട്ടുകൊണ്ട് എഴുന്നേറ്റ് 2 ചുവട് നടന്നിട്ട് അയാൾ തിരിഞ്ഞു നിന്നുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, അവളോട് ഞാൻ എന്താണ് പറയേണ്ടത്? എന്തോന്നും പറയാൻ അപ്പച്ചൻ ഒന്നും പറയണ്ട. വെറുതെ ഇടങ്കോലിടാതിരുന്നാൽ മാത്രം മതി. അവിടുത്തെ കുട്ടിച്ചായൻ ഒന്നും മിണ്ടാതെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. തുടർന്ന് അയാൾ അലീനയെ സമീപിച്ചു. എന്നിട്ട് പറയുകയാണ്, രക്ഷയില്ല മോളെ. എന്തു പറ്റി? കേണൽ സാബ് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. എന്നോട് ഭയങ്കര ദേഷ്യ. ഞാൻ അവനെ എരികേറ്റ് നോക്കി. നിന്നെപ്പോലെ ഒരു അഹങ്കാരി പെണ്ണിനെ ഇവിടെ ഇരിക്കരുത്. എന്നിട്ടും അവൻ പിടി തരുന്നില്ല. ഞാൻ നിന്റെ കക്ഷിയാണെന്ന് അവന് മനസ്സിലായല്ലോ. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എൻ്റെ കളി എന്തെങ്കിലും അവൻ്റെ മുമ്പിൽ നടക്കുമോ? അപ്പോൾ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുമോ? ഏയ്, അതെന്തായാലും ഇല്ല. പക്ഷേ ഈ ഉപവാസം അത് തുടരണം മോളെ. ശരീരത്തിന് കേടല്ലേ? എൻ്റെ ശരീരം അല്പം കേടായാലും കുഴപ്പമില്ല വലിയപ്പച്ചാ. ഒരാളുടെ മനസ്സിൻ്റെ കേട് നീക്കാൻ വേണ്ടിയല്ലേ. ഇതൊന്നും അവൻ കേൾക്കരുത്. വെറുതെ അവൻ ചീത്ത പറയും. അപ്പച്ച, ഒരു കാര്യം എനിക്ക് ഉറപ്പായി. പപ്പയും പപ്പയുടെ കുടുംബാംഗങ്ങളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വലിയപ്പച്ചൻ അതേക്കുറിച്ച് വലുതും അറിയുമോ? എനിക്കൊന്നും അറിയത്തില്ല. അല്ല വലിയപ്പച്ച, പപ്പയുടെ ഭാര്യ എന്താ ഇങ്ങോട്ട് വരാത്തെ? അവള് ഭയങ്കര ഭക്തിക്കാരിയാ. എപ്പോഴും ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അങ്ങ് നടപ്പാ. ഈ ആഴ്ച തിരുവല്ലയിലാണെങ്കിൽ അടുത്ത ആഴ്ച ഭരണങ്ങാനത്താ. അതിൻ്റെ അടുത്ത ആഴ്ച. അപ്പോൾ കുട്ടികളുടെ കാര്യം ആര് നോക്കും? അതിന് റീത്താമ്മ ഉണ്ടല്ലോ. അല്ല, അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അവർ 2 കൂട്ടരും അടുത്തടുത്താ താമസിക്കുന്നത്. ഒരൊറ്റ വളപ്പില്ല 2 വീടും. 2നും കൂടി ഒരു മതിലും ഗേറ്റും മാത്രം. ഓ അത് ശരി. അല്ല, പപ്പയുടെ വൈഫിൻ്റെ പേരെന്താണ്? എൽസമ്മ. അവരെന്തിനാ വലിയപ്പച്ച അവിടെ പോയി താമസിക്കുന്നേ? ഇവിടെ അല്ലായിരുന്നോ താമസിക്കേണ്ടത്? ആ റീതാമ്മയുടെ അടുത്ത് തന്നെ താമസിക്കണമെന്ന് എൽസമ്മയ്ക്ക് വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെ അവൾ അവിടെ താമസം തുടങ്ങിയത്. ലാലിച്ചൻ അക്കാലത്ത് മിലിറ്ററിയിലാ. എൽസമ്മയുടെ കുടുംബക്കാരെല്ലാം അഞ്ജലി തന്നെയാ താമസം. അവിടെ വീട് വെച്ച് താമസിക്കാൻ സ്വന്തക്കാരുടെ ഒരു നോട്ടവും സഹായവും കിട്ടുമല്ലോ എന്ന് എല്ലാവരും കരുതി. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും കൂടെ നോക്കി. വലിയപ്പച്ച, ഈ മിലിറ്ററിയിലായിരുന്നപ്പോൾ പപ്പയ്ക്ക് ക്വാർട്ടേഴ്സ് കിട്ടില്ലായിരുന്നോ കുടുംബസമേതം താമസിക്കാൻ? ആദ്യകാലത്ത് അവൻ എൽസമ്മയും കൊണ്ട് പോയതാ. മൂത്തവൾ സ്കൂളിൽ പോകാറായപ്പോൾ അവൾ ഇങ്ങ് പോന്നു. ഇവിടെ പഠിക്കാൻ സൗകര്യം എന്നും പറഞ്ഞ് അതുമാത്രമാണോ കാര്യം? ആർക്കറിയാം. ലാലിച്ചനും എൽസമ്മയും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായിരുന്നു എന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. എൽസമ്മയ്ക്ക് റീത്താമ്മ പറയുന്നതായിരുന്നു വേദവാക്യം. അത് ശരി, അവരുടെ സ്വഭാവം ഇങ്ങനെ പപ്പയുമായി വഴക്കിട്ടുമായിരുന്നോ? എപ്പോഴും. വഴക്കൊന്നുമില്ല. എന്നാലും അവളുടെ വീട്ടുകാരുടെ സഹായവും പിന്തുണയും മതി അവൾക്ക്. അവളുടെ പരാതിയും പരിഭവവും എല്ലാം സ്വന്തം വീട്ടുകാരോടാണ് പറയുന്നത്. അവർക്കാണെങ്കിൽ ലാലിച്ചനെ തീരെ പിടുത്തമില്ല. മക്കളെല്ലാം എൽസമ്മയുടെ കൂടെ അല്ലായിരുന്നോ? അതുകൊണ്ട് അവരും സ്വന്തം അപ്പനേക്കാൾ വലുത് എൽസമ്മയുടെ വീട്ടുകാരാ. അത് അങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റീതാമ്മ ചേച്ചിക്ക് ഭർത്താവും മക്കളും ഒന്നുമില്ലേ? റീതാമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. മക്കളൊക്കെ ഉണ്ട്. പപ്പ എന്തുകൊണ്ടാ അഞ്ചലിലെ വീട്ടിൽ പോയി താമസിക്കാത്തത്? അവൻ ഈ തോട്ടമൊക്കെ നോക്കട്ടെ മോളെ. മാത്രമല്ല, അവൻ എൽസമ്മയുടെ വീട്ടുകാരുമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പപ്പ എന്തുകൊണ്ടാണ് ഭാര്യ മക്കളെ ഇവിടെ കൊണ്ട് വന്ന് താമസിപ്പിക്കാത്തത്? കുട്ടികൾ ഇവിടുന്ന് അഞ്ചലോ പുന്നലൂരിലോ പോയി പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ബോർഡിങ്ങിലോ മറ്റോ താമസിപ്പിച്ച് പഠിപ്പിച്ചുകൂടെ? അത് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇവിടെ വന്ന് താമസിക്കാൻ എൽസമ്മയ്ക്കും കുട്ടികൾക്കും ഒട്ടും താല്പര്യമില്ല. അവർക്ക് പുളിക്കൽ തറവാട്ടുകാരോടാണ് കൂറ്. ലാലിച്ചൻ അത് ഒട്ടും വകവെച്ച് കൊടുക്കത്തുമില്ല. പക്ഷെ പപ്പ പറഞ്ഞാൽ അവരനുസരിക്കില്ലേ? അങ്ങനെ അനുസരിപ്പിച്ചിട്ട് എന്താ മോളെ കാര്യം? ഉള്ളുകൊണ്ട് ഒരടുപ്പം വേണ്ടേ? അതില്ലല്ലോ. അവർക്ക് സ്വന്തം വീട്ടുകാരോടൊപ്പം താമസിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അവൻ കരുതി. ആ ബന്ധമൊക്കെ അങ്ങനെ തണുത്തങ്ങ് മരവിച്ചു പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ പപ്പായ്ക്ക് ഈ സ്വന്തം മക്കളോട് സ്നേഹമൊന്നുമില്ലേ? അവൻ്റെ സ്വഭാവം നിനക്ക് അറിയില്ലേ മോളെ? ഇങ്ങനെയാ അവൻ സ്നേഹിക്കുന്നത്. വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കും, പഠിപ്പിക്കും, അത്യാവശ്യമുള്ള പൈസയും കൊടുക്കും. അവൻ എന്ത് ചെലവാക്കുന്നു എന്ന് പോലും അവൻ അന്വേഷിക്കാറില്ല. ഇങ്ങോട്ടുണ്ടെങ്കിലല്ലേ അങ്ങോട്ടുള്ളൂ. എൽസമ്മയും റീതാമ്മയും അവരുടെ ചർച്ചക്കാരെ എല്ലാം ചേർത്ത് കുട്ടികളെ ആശ്വസിപ്പിക്കുന്നത് ലാലിച്ചൻ ഒരു ദുഷ്ടനും ക്രൂരനും സ്നേഹമില്ലാത്തവനും ഒക്കെയാണെന്നാണ്. ഇനി അതൊന്നും ആര് നോക്കിയാലും തിരുത്താനും പറ്റില്ല. ആ കുട്ടികൾ എങ്ങനെയുണ്ട് വലിയപ്പച്ച? മിടുക്കന്മാരാണോ? നന്നായിട്ട് പഠിക്കുമോ? ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ മോളെ, അമ്മയുടെ വീട്ടുകാരാണ് ആ കൂറ്. മൂത്തവൾ കോളേജിലാ, രണ്ടാമത്തവൾ സ്കൂളിലും. അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? എന്തോ മാനസികമായി പഠിക്കാനൊക്കെ പൊറോട്ട. ചിലപ്പോൾ ആരോടും ഒന്നും മിണ്ടത്തില്ല. ചില സമയത്ത് ചിരിയും കളിയും കൂടുതലാ. അതിനെന്തോ ചികിത്സയൊക്കെ റീത്താമ്മ ചെയ്യുന്നുണ്ടെന്നാ കേട്ടത്. പിന്നെയുള്ളത് ഒരു മോനാ, അവനും പഠിക്കുക. ഈ രണ്ടാമത്തെ കുട്ടിയുടെ പേരെന്താ വലിയപ്പച്ച? അത് ടെൽസ. പപ്പയ്ക്ക് ആ കുട്ടിയെ ചികിത്സിപ്പിക്കുന്നതിനൊന്നും താല്പര്യമില്ലേ? സ്വന്തം മോളല്ലേ എന്നെ പോലെ?
ഉള്ളത് പറയാലോ മോളെ, ഭാര്യയും മക്കളും എല്ലാം അവൻ്റെ പിടിവിട്ടു പോയി. വടംവലി നടത്താനൊന്നും അവന് താല്പര്യമില്ല. പിടിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കും, അത്ര തന്നെ. ഭാര്യയും മക്കളും വേണോ അതോ മനസ്സമാധാനം വേണോ? ഈ അവസ്ഥ വന്നപ്പോൾ അവൻ രണ്ടാമത്തത് തിരഞ്ഞെടുത്തു. മനുഷ്യന് മനസ്സമാധാനം അല്ലേ മോളെ ഏറ്റവും വലുത്? അല്ല, എന്നാലും മറുവശത്ത് സ്വന്തം മക്കളല്ലേ വലിയപ്പച്ച. മോളെ, മക്കളായാലും മരങ്ങളായാലും ഒരു വശത്തോട്ട് ചാഞ്ഞു വളർന്നു പോയാൽ പിന്നെ പിടിച്ച് നേരെയാക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അതും ശരിയാ. അല്ല, ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് ഇവർ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ലാലിച്ചൻ മിലിറ്ററിയിൽ നിന്ന് പോകുന്നതിൽ പിന്നെ ഇവിടെ തന്നെയാണ് താമസം. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പപ്പായ്ക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഉണ്ടായിരിക്കും. അവൻ നോക്കുമ്പോൾ തമ്മിൽ ഭേദം ഇത് തന്നെയായിരിക്കും. ഇങ്ങനെയാണോ വലിപ്പച്ച ഒരാൾ ജീവിക്കേണ്ടത്? എപ്പോഴും കള്ളും കുടിച്ചും ചുരുട്ട് വലിച്ചും കുറെ പട്ടികളെ താലോലിച്ചും. ആ മോളെ, അവൻ പറയുന്നത് അവറ്റകൾ തിരിഞ്ഞു നിന്ന് കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യത്തില്ലെന്നാ. ഒരു കണക്കിന് അത് ശരിയല്ലേ? ഷോ, അല്ല, നിങ്ങളെല്ലാവരും കൂടെ നോക്കിയാൽ ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ലായിരുന്നോ? വല്യപ്പച്ചൻ ഇത്രയും കാര്യവിവരമുള്ള ഒരാളല്ലേ? ആ, അതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ലാലിച്ചൻ്റെ ഒരു കാര്യത്തിലും ഇടപെടരുത് എന്നാണ് അവൻ്റെ കൽപ്പന. ആരെങ്കിലും ഉപദേശിക്കാൻ ചെല്ലുന്ന അവന് ഇഷ്ടമല്ല. ഈ റീത്താമാണെങ്കിൽ അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എൻ്റെ വല്യപ്പച്ച, സത്യം പറയാലോ, എനിക്കും അവരെ ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഞാൻ ചിന്തിക്കുക, അവരെന്തിനാ ഈ പപ്പയുടെ ഭാര്യയെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അനുജത്തിയും ഭർത്താവും തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, അവരെ വേർപിരിക്കാൻ കൂട്ടുനിൽക്കുകയാണോ ആ സ്ത്രീ ചെയ്യേണ്ടത്? അവരെന്തിനാ ഈ പപ്പയുടെയും ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിലൊക്കെ തലയിടാൻ വരുന്നത്? എൻ്റെ മോളെ, അവർ നോക്കുമ്പോൾ ലാലിച്ചിന് 100 കുറ്റങ്ങളാ. മദ്യപാനിയാണ്, പുകവലിക്കാരനാണ്, തന്നിഷ്ടക്കാരനാണ്, ഭാര്യയോടും മക്കളോടും സ്നേഹമില്ലാത്തവനാണ്. ഒരൊറ്റ നല്ല വാക്ക് പോലും ലാലിച്ചിനെ പറ്റി അവരുടെ വായിൽ നിന്ന് വീണ് കേൾക്കില്ല. ഓ, അതൊക്കെ വെറുതെയാ. അങ്ങനെ സ്നേഹമില്ലാത്ത ആളാണെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമോ? ആ, അതും അവൻ്റെ ദുഷ്ടതരമായിട്ടാണല്ലോ ഇപ്പം എല്ലാവരും കൂടി കരുതി വെച്ചിരിക്കുന്നത്. ഈ മനുഷ്യരല്ലേ എന്തിനാ ദൈവമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാനൊന്നൊരു മനുഷ്യജീവി ഉണ്ടായിപ്പോയില്ലേ, അതും 24 വർഷം മുമ്പ്. അതിനുശേഷം എന്തെല്ലാം മാറ്റങ്ങൾ ലോകത്തുണ്ടായി. ഞാനൊരു പ്രതിമയാണെങ്കിൽ തല്ലി പൊളിച്ച് കളയാം. ബ്ലാക്ക് ബോർഡിൽ വരച്ച ഒരു പടമായിരുന്നുവെങ്കിൽ ഡസ്റ്റർ ഉപയോഗിച്ച് മായ്ച്ചങ്ങ് കളയാമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ. എന്നെ അങ്ങ് കൊന്നു കളഞ്ഞാലും 24 വർഷം മുമ്പ് ഞാൻ ജനിക്കാൻ കാരണമായ സംഭവങ്ങൾ ഇല്ലാതെയാക്കുവാൻ പറ്റുമോ? പിന്നെ എന്തിനാ ഈ വെറുപ്പും വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് പറയുമ്പോൾ അലീന വികാരാധീനിയായി. എൻ്റെ പപ്പയുടെ മക്കളെ പ്രസവിച്ച ആ സ്ത്രീ എന്നെ ഒന്ന് മോളെ എന്ന് മാത്രം വിളിച്ചാൽ മതി. ആ മടിയിൽ ചെന്ന് വീഴുമല്ലോ. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാ വെറുപ്പും ദേഷ്യവും ഒക്കെ അലിഞ്ഞു പോകുമല്ലോ. എൻ്റെ കുഞ്ഞെ, അതിനൊന്നുമുള്ള മനസ്സ് ആർക്കുമില്ല. ഈ പറയുന്ന എനിക്ക് പോലുമില്ല. ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ പല മനുഷ്യരാണ്. ചെകുത്താനുണ്ട്, മാലാകമാരുണ്ട്, പണക്കൊതിയന്മാരുണ്ട്, പെൺകൊതിയന്മാരുണ്ട്, അഹങ്കാരിയുണ്ട്, തന്നിഷ്ടക്കാരനുണ്ട്, നീചനുണ്ട്, ക്രൂരനുണ്ട്, കൊലപാതകിയുമുണ്ട്. ഇത് എന്തിനാണോ തീറ്റയും വെള്ളവും കൂടുതൽ കൊടുക്കുന്നത് അതങ്ങ് വളർന്ന് പന്തലിക്കും. ബാക്കിയുള്ളതൊക്കെ ഗ്രഹണി പിടിച്ചതുപോലെ മുരടിച്ചു പോവും. അപ്പോൾ വീണ്ടും അലീന പറയുകയാണ്, ഞാൻ എന്തായാലും എൻ്റെ സമരം നിർത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു അടുക്കള ഭരണത്തിന് വേണ്ടി മാത്രമല്ല. പപ്പ ഇങ്ങനെ ചിതൽപുറ്റ് പോലെ ഇരിക്കുകയല്ലേ. ആരോടും അടുക്കുകയുമില്ല, ആരെയും അടുപ്പിക്കുകയുമില്ല. ഒരരികിൽ നിന്ന് മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് പപ്പയുടെ തനി സ്വരൂപം അതൊന്ന് പുറത്തെടുക്കണ്ടേ? എവിടെയെങ്കിലും ഒരു കുഞ്ഞു വാതിൽ തുറന്നു കിട്ടിയാൽ മതി, ഞാൻ അതുവഴി അകത്ത് കയറും. എൻ്റെ മോളെ, നീ വിചാരിക്കുന്ന പോലെ അതത്ര എളുപ്പമല്ല. എനിക്കറിയാം അതത്ര എളുപ്പമല്ല എന്ന്. എന്നാലും ശ്രമിച്ചു നോക്കാലോ. എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ എന്ത് സന്തോഷമാ വല്യപ്പച്ച. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മക്കൾക്ക് അപ്പൻ്റെ വില അറിയില്ല, അപ്പന് മക്കളുടെ വില അറിയില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വില അറിയില്ല. ഇതൊക്കെ കൺമുന്നിൽ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെയൊന്നും വില അറിയാത്തത്. ഇതൊന്നും ഇല്ലായിരുന്നവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെയൊക്കെ വില നന്നായിട്ട് അറിയാം. ഇത്രയും പറഞ്ഞിട്ട് അലീന 2 നിമിഷം എന്തോ ഓർത്തു നിന്നു. തുടർന്ന് അവൾ പെട്ടെന്ന് കൈവെള്ളയിൽ നെറ്റി താങ്ങി തലകുനിച്ചിരുന്നു. അവതക്കുട്ടിച്ചായൻ താങ്ങാനാവാതെ ഹൃദയഭാരത്തോടെ എഴുന്നേറ്റു. അവളുടെ മുഖത്ത് നോക്കുവാനുള്ള കരുത്ത് അയാൾക്കില്ലായിരുന്നു. ഔതിക്കുട്ടിച്ചായൻ മുറിവിട്ട് ഇടനാഴിയിലേക്ക് ഇറങ്ങി. ചൂടുകൾ നിലത്തുറയ്ക്കുന്നില്ലെന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്ന് അയാൾ തന്റെ കൈ പൊക്കി ചുവരിൽ പിടിച്ചു. 2 വ്യാഴവട്ടക്കാലത്തിന്റെ അപ്പുറത്തു നിന്നും ഔതിക്കുട്ടിച്ചായൻ തന്റെ വാക്കുകൾ വീണ്ടും കൊണ്ടുപോയി കൊല്ലുകയോ വളർത്തുകയോ ഉപേക്ഷിക്കുകയോ എന്തോന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾക്ക് വേണ്ട. പെട്ടെന്ന് അയാൾ ഒരു കിതപ്പോടെ ചുമരിലേക്ക് ചാരി നിന്നു. തുടർന്ന് കാണുന്ന കാഴ്ച, വാഷ് ബേസിനിൽ കൈ കഴുകി തുടച്ച് സ്റ്റാൻലി അത്താഴ മേശക്കരികിൽ ഇടം പിടിച്ചു. ഔതക്കുട്ടിച്ചായൻ കൈ കഴുകാതെ തന്നെ വന്നിരുന്നു. പൗലോസും ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുക, എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? അപ്പച്ചൻ കഴിക്കുന്നില്ലേ? ഞാനും ഉപവാസത്തില്ല. ഓഹോ, അവളുടെ കൂടെ കക്ഷി ചേർന്ന അപ്പച്ചനും എന്നെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? എടാ, നിന്നെ വെല്ലുവിളിക്കാൻ എൻ്റെ തലയ്ക്കകത്ത് എന്താ വട്ടുണ്ടോ? പിന്നെ അപ്പച്ചൻ ഉപവാസമാണെന്ന് പറഞ്ഞു. ഈ ഉപവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും പുല്ലാണെന്ന് തെളിയിച്ചു കൊടുക്കണ്ടേ ലാലിച്ച? എന്നെ പോലെ ഇത്രയും പ്രായമാൻ ചെന്ന ഒരാൾക്ക് നിരാഹാരം ഇരിക്കാൻ പറ്റുമെങ്കിൽ അവളുടെ നിരാഹാരത്തിന് പിന്നെ എന്തുവാ വില? എവിടെയാ ഉള്ളത്? ഓ, അത് ശരി. അപ്പോൾ അലീന നിരാഹാരം ഇരിക്കുമ്പോൾ എല്ലാ അപ്പച്ചനും നിരാഹാരം ഇരിക്കുമോ? പുഷ്പം പോലെ ഇരിക്കും. നീ നോക്കിക്കൂ. എനിക്ക് അപ്പച്ചൻ്റെ തീരുമാനത്തിൽ സംശയമുണ്ട്. എടാ, സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഉപവാസത്തിൻ്റെ സുഖം ഒരുത്തി മാത്രം അങ്ങ് അനുഭവിച്ചാൽ പോരല്ലോ. നമുക്കെന്താ കഴിക്കുമോ ഉപവസിച്ച? അത് കേട്ടുകൊണ്ട് അല്പം കടുത്ത ശബ്ദത്തിൽ സ്റ്റാൻലി പറയുകയാണ്,
ആ നടക്കട്ടെ നടക്കട്ടെ, ഇതെവിടം വരെ പോകുമെന്ന് നമുക്കറിയാലോ. അത്രയും കേട്ടുകൊണ്ട് ഔതക്കുടിച്ചായൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അലീനയും ഔതക്കുടിച്ചായനും ഡൈനിങ് ടേബിളിൽ സന്നിഹിതരായി. ഭക്ഷണമേശയിൽ ധാരാളം വിഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും അലീന ഒരു ദോശയും അല്പം ചമ്മന്തിയും മാത്രമേ എടുത്തുള്ളൂ. അത് കണ്ടുകൊണ്ട് ഔതക്കുടിച്ചായൻ അലീനയെ നിർബന്ധിച്ചുകൊണ്ട് പറയുകയാണ്, വയറ് നിറച്ച് കഴിക്കുമോളെ, ഇന്നലെ മുഴുവൻ പട്ടി കിണ്ണി കിടന്നതല്ലേ. അതിന് അലീനയുടെ മറുപടി, നാളെ ഉപവാസം ഇരിക്കേണ്ടതല്ലേ വല്യപ്പച്ച, ഭക്ഷണത്തിന്റെ അളവ് കുറച്ചു കുറച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ മുൻപോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. അയ്യോ മോളെ, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, ആദ്യ ദിവസം ആയതുകൊണ്ടാ. ഇത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. സ്റ്റാൻലി ആണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുകയെന്ന പ്രശ്നമേ അല്ല എന്ന മട്ടിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും അലീന ഉപവാസം അനുഷ്ഠിച്ചു. അവളോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഉച്ചവരെ ഔതക്കുട്ടിച്ചായനും ഉപവസിച്ചു. ഉച്ചഭക്ഷണത്തിന് സ്റ്റാൻലിയോടൊപ്പം ഔതക്കുട്ടിച്ചായനും ഉണ്ടായിരുന്നു. സ്റ്റാൻലിയോട് ഔതക്കുട്ടിച്ചായൻ പറയുകയാണ്, ഉദ്ദേശിച്ചതുപോലെ അത്ര സുഖകരമൊന്നുമല്ല കേട്ടോ ലാലിച്ച ഈ ഉപവാസം എന്ന് പറയുന്നത്. വയർ കാഞ്ഞിട്ടാണെങ്കിൽ ഇരിക്കാനും കിടക്കാനും വയ്യ. അവൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നോ ആവോ. സ്റ്റാൻലി മറുപടി ഒന്നും പറഞ്ഞില്ല. നീ അവളെ കൊണ്ടുപോയി തിരിച്ച് വിട്ടേക്ക് ലാലിച്ച, മര്യാദയ്ക്ക് വല്ല ഭക്ഷണവും കഴിച്ച് ജീവിക്കട്ടെ. 23 കൊല്ലം അനാഥാലയത്തിൽ പട്ടിണി കിടന്നിട്ട് ഇവിടെ വന്നപ്പോൾ അതിനേക്കാൾ പട്ടിണി. നമ്മൾ എന്തിനാ ഈ പാവം എല്ലാം കൂടി ചുമക്കുന്നത്? അത് കേട്ടുകൊണ്ട് അസ്വസ്ഥതയോടെ സ്റ്റാൻലി ചോദിക്കുകയാണ്, നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ അവൾ നിരാഹാരം കിടക്കാൻ? അവളുടെ സ്വഭാവം മനസ്സിലായില്ലേ ലാലിച്ച, നീയുമായിട്ട് ഒത്തുപോകാൻ അവൾക്ക് ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ അങ്ങ് പുനരൂരിലേക്ക് കൊണ്ടുപോയിക്കോളാം. വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല ലാലിച്ച. ഈ 3 ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം മാത്രമേ അവൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്നുള്ളത് നീ ഓർക്കണം. മുഖത്തോട്ട് നോക്കിയാൽ അറിയാം അതിൻ്റെ വാട്ടം. കണ്ണെല്ലാം കുഴിഞ്ഞ് കവിള് മുട്ടി ആകെപ്പാടെ വിളറി വിളത്ത് 3 ദിവസം കൊണ്ടൊരു കൊച്ച് കോലം കെട്ടുപോയി. അപ്പോൾ സ്റ്റാൻലി, അപ്പച്ചൻ ഒരു കാര്യം ചെയ്യുക, ചോറുണ്ടിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. അങ്ങ് പുനലൂർ ചെന്ന് കഴിഞ്ഞാലേ ഇഷ്ടം പോലെ പണി കാണും. അവിടുത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം ഞാൻ നോക്കിക്കോളാം. പിന്നെ നിന്റെ ചോറ് തിന്നാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഒന്ന് പോടാവേ. ഇത് പറഞ്ഞിട്ട് ഔതുക്കുട്ടിച്ചായൻ പ്ലേറ്റ് തള്ളി നീക്കിയിട്ട് ചാടി അങ്ങ് എണീറ്റു. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, നീ എന്നാ വലിയ കേണലായത്? എടാ, എൻ്റെ മടിയിൽ കിടന്ന് അപ്പിയിടുകയും മൂത്രം ഒഴിക്കുകയും ചെയ്തവനല്ലേ നീ, എന്നിട്ടാണോ വലിയ വാചകം അടിക്കാൻ വന്നിരിക്കുന്നു? ഡൈനിങ് റൂം വിട്ടിറങ്ങുന്നതിന് മുമ്പ് അയാൾ തിരിഞ്ഞു നിന്ന് ഒരു വാക്കുകൂടി പറഞ്ഞു, അതെ, ഈ നിമിഷം മുതൽ ഞാനും ചിന്നമ്മയും ഒറ്റ കേട്ടാ. ഞങ്ങളെ തോൽപ്പിക്കാമെങ്കിൽ നീ ഒന്ന് തോൽപ്പിക്ക്, കാണട്ടെ. വൈകുന്നേരം സ്റ്റാൻലി മദ്യപിച്ചുകൊണ്ട് മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ അലീന പ്രാവൻകൂടിൻ്റെ അരികിലേക്ക് പോകുന്നത് അയാൾ ജനലിലൂടെ കണ്ടു. അയാൾ എഴുന്നേറ്റ് ജനാലിലേക്കരികെ ചെന്ന് നോക്കി. അവൾ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുകയാണ്. നായ്ക്കളിൽ ചിലതൊക്കെ അവളുടെ പിറകെയുണ്ട്. ലോണിൽ അവൾ നായ്ക്കൾക്കൊപ്പം അല്പസമയം ചിലവഴിച്ചു. അവളുടെ ചലനങ്ങൾ പതിവ് പോലെ അല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ആകെ ഒരു മന്ദത കാണാനുണ്ട്. ക്ഷീണിതയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. അലീന നീലൻ വരാന്തയിലേക്ക് വന്നിരുന്നു. തൂണിലേക്ക് ചാരി കാലും നീട്ടി തളർന്നുള്ള ഒരു ഇരിപ്പ്. രാത്രി അത്താഴത്തിന് മുമ്പ് സ്റ്റാൻലി അലീനയുടെ മുറിയിലേക്ക് ചെന്നു. അവളെ വിളിച്ചു. അലീന എഴുന്നേറ്റ് വന്ന് മൂടി പൊതിച്ച് കിടക്കുകയായിരുന്നു. അലീന പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. സ്റ്റാൻലി ഡൈനിങ് റൂമിലേക്ക് അപ്പോഴേക്കും പോയി. പിന്നാലെ അലീനയും അങ്ങോട്ടേക്ക്. സ്റ്റാൻലി കസേര ചൂണ്ടിക്കാട്ടി അലീന ഇരുന്നു. ഔതുക്കുട്ടിച്ചാനും ശബ്ദം കേട്ട് പെട്ടെന്ന് അവിടെ എത്തി. സ്റ്റാൻലി പൗലോസിനെ വിളിച്ചു. പൗലോസ് ഒരു കാസറോളുമായി ഊണുമേശയുടെ അരികിലേക്ക് വന്നു. പൗലോസേ, ഓ എന്താ സാബ്, ഈ ഇരിക്കുന്നത് എൻ്റെ മകളാണ്. ഇനി മുതൽ നീ ഇവൾ പറയുന്നത് പോലെ ചെയ്യണം, ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ട എന്ന് ഇവൾ പറഞ്ഞാൽ ഉണ്ടാക്കണ്ട, ആദ്യം വെക്കണം എന്ന് പറഞ്ഞാൽ വെക്കണം. ഒരു കാര്യത്തിനും എൻ്റെ അടുത്ത് പരാതിയും പറഞ്ഞുകൊണ്ട് വരരുത്. അതായത് നിന്റെ മുൻപിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ എൻ്റെ മോള് പറയുന്നത് പോലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഇട്ടിട്ട് പോവുക. എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ? പൗലോസ് മുഖത്തടിയേറ്റതുപോലെ നിന്നുപോയി. ഔതിക്കുട്ടിച്ചാൻ അത് നന്നായി ബോധിച്ചു. അപ്പോൾ സ്റ്റാൻലി വീണ്ടും പറയുകയാണ്, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയടാ പൗലോസേ. മുതലാളി, ഞാൻ ഇത്രയും നാൾ ഒരു കുഴപ്പവും കാണിക്കാതെ സമ്മതിച്ചു. നീ നന്നായിട്ട് ജോലി ചെയ്തു. ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് എനിക്കൊന്ന് ആലോചിക്കണം. നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട്, പോയിക്കോ. പൗലോസ് തിരികെ അടുക്കളയിലേക്ക് പോയി. സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, തൃപ്തിയായില്ല നിനക്ക്? അലീനയുടെ മിഴികളിൽ നനവ് പടർന്നു. താങ്ക് യു പപ്പ. അപ്പോൾ സ്റ്റാൻലി ഒരു പ്ലേറ്റ് എടുത്ത് അവളുടെ മുൻപിലേക്ക് വെച്ചു. അതിലേക്ക് ചപ്പാത്തിയും ചോറും കറികളും കോരിയിട്ടു. എന്നിട്ട് പറയുകയാണ്, ഇനി നിനക്ക് നിന്റെ സമരം അവസാനിപ്പിക്കാം. അലീന എഴുന്നേറ്റ് സ്റ്റാൻലി ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. അയാളുടെ ഇടത് കൈത്തലം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, പപ്പ സോറി. അത് കണ്ടുകൊണ്ട് ഗൗരവം വിടാതെ നെറ്റിച്ചുളിച്ച് നോക്കിക്കൊണ്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പോൾ ഒരു സോറി? പപ്പയ്ക്കെതിരെ സമരം ചെയ്തതിന്. അത് ശരി, അപ്പോൾ സമരം തന്നെ ആയിരുന്നു അല്ലേ? സോറി പപ്പ, സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്, പോയിരുന്ന് കഴിക്കാൻ നോക്ക്. അപ്പോൾ പിന്നെയും അലീന പറയുകയാണ്, പപ്പ എനിക്ക് എന്തെങ്കിലും എടുത്ത് തന്നിട്ട് വേണം ഉപവാസം അവസാനിപ്പിക്കാൻ. സ്റ്റാൻലി ഫോർക്ക് എടുത്ത് അത് ഉപയോഗിച്ച് ഓംലൈറ്റിൻ്റെ ഒരു പീസ് കോർത്തെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. അലീന ഫോർക്ക് പിടിച്ചു വാങ്ങി പ്ലേറ്റിൽ വെച്ചു. എന്നിട്ട് പറയുക, കൈകൊണ്ട് എടുത്തത് താ പപ്പ, ഒരപ്പൻ മകൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് തരുന്നതല്ലേ. സ്റ്റാൻലിക്ക് അല്പം കുറച്ചിൽ തോന്നിയെങ്കിലും അയാൾ അനുസരിച്ചു. കൈകൊണ്ട് ഓംലേറ്റിൻ്റെ ഒരു കഷ്ണം എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. അലീന ആ കൈ പിടിച്ച് തൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. അയാളുടെ വിരലുകൾക്കിടയിൽ നിന്നും മെല്ലെ അത് കടിച്ചെടുത്തു. അതുപോലൊരു കഷ്ണം അവൾ കൈകൊണ്ടെടുത്ത് സ്റ്റാൻലിയുടെ വായ്ക്ക് നേരെ നീട്ടി. പപ്പയുടെ മോള് ആദ്യമായിട്ട് തരുന്നതല്ലേ. അയാൾ ഒരു കുഞ്ഞിനെ പോലെ വായി തുറന്നു.
താൻ ചെറുതായി പോയി എന്ന് സ്റ്റാൻലിക്ക് തോന്നി. അലീനയെ അയാൾ ഇടത് കരം കവിളിലേക്ക് ചേർത്ത് കൈവേളയിൽ മൃദുവായി ഉമ്മ വെച്ചു. എന്നിട്ട് പറയാണ്, താങ്ക് യു പപ്പ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. പിന്നെ ബാക്കി വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിലൂടെ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കല്ലേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്